നമസ്കാരം. ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായുള്ള ആദ്യ ലോകകപ്പ് അവിസ്മരണീയമാക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ. പ്രമുഖർക്ക് കീഴിൽ തന്റെ കഴിവുകളെ കൂടുതൽ തേച്ചു മിനുക്കിയെടുക്കുകയാണ് അദ്ദേഹമെന്ന് പറയാം. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു 2 തവണ ലോകകപ്പ് വിന്നറായ മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന് കീഴിൽ സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടത്. ഇപ്പോഴിതാ മറ്റു ചിലർക്കു കീഴിൽ പരിശീലനം നടത്തുകയാണ് സഞ്ജു എന്നറിയാൻ സാധിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന ശുഭ്മൻ ഗില്ലിന്റെ ചീട്ട് കീറിയാണ് ലോകകപ്പിൽ സഞ്ജു ടീമിന്റെ ഓപ്പണിംഗ് റോൾ കൈക്കലാക്കിയത്. ഈ റോളിൽ നേരത്തെ നടത്തിയിട്ടുള്ള മികച്ച പ്രകടനങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ തന്റെ കരിയറിൽ സുപ്രധാന റോളുകൾ വഹിച്ചിട്ടുള്ള ചിലർക്ക് കീഴിലാണ് സഞ്ജു എന്ന ഇപ്പോൾ വീണ്ടും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ് സഞ്ജു എന്ന് പറയാം. ഇവരെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ സഞ്ജുവിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബാല്യകാല കോച്ച് ബിജു ജോർജ്, മുൻ IPL ടീം രാജസ്ഥാൻ റോയൽസിന്റെ ഉപദേശകൻ സുബിൻ ബറൂച്ച, റോയൽസിന്റെ തന്നെ പെർഫോമൻസ് അനലിസ്റ്റ് കൂടിയായിട്ടുള്ള രാജാമണി പ്രഭു തുടങ്ങിയവരെല്ലാമാണ് ലോകകപ്പ് തയ്യാറെടുപ്പിനായി സഞ്ജുവിനെ സഹായിക്കുന്നത് എന്നതുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ വിദഗ്ധ ഉപദേശവും നിർദ്ദേശങ്ങളുമെല്ലാം തന്റെ ചെറിയ ചില കുറവുകൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് നോക്കുന്നതും. നെറ്റ്സിൽ ഇവരുമായെല്ലാം തന്നെ സഞ്ജു സംസാരിക്കുന്നതിന്റെയും അഭിപ്രായങ്ങൾ തേടുന്നതിന്റെയും ഒക്കെ തന്നെയും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇനിയൊരു ലോകകപ്പിൽ തന്നെ ടീമിനായി കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്നൊരു കാര്യം കൂടി ഇപ്പോൾ സംശയമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം അവിസ്മരണീയമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ലോകകപ്പിന് മുമ്പ് ഒരു T20 പരമ്പര കൂടി സഞ്ജുവിന് മുന്നിലുണ്ട്. അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്ന ന്യൂസിലൻഡുമായുള്ള 5 T20കളുടെ പരമ്പരയിലാണ് അദ്ദേഹം കളിക്കുക. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തന്നെ മുഴുവൻ മത്സരങ്ങളിലും സഞ്ജു ഓപ്പണറായി കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോകകപ്പിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ ടീമിന്റെ അവസാനത്തെ തയ്യാറെടുപ്പാണ് ഇത് എന്നുകൂടി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ അത് സഞ്ജുവിന് തന്നെ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. കുറഞ്ഞത് 3 50+ സ്കോറുകളെങ്കിലും കുറിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുകൂടി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. നേരത്തെ ഓപ്പണിംഗിൽ ഇറങ്ങിയപ്പോഴാണ് സഞ്ജു ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളതെന്നും നമുക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. ഇതാകട്ടെ 2024 ആയിരുന്നു. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായിട്ടുള്ള പരമ്പരകളിലായി 3 സെഞ്ചുറികൾ അദ്ദേഹം വാരിക്കൂട്ടുകയും എടുത്തു പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2ഉം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. പക്ഷേ ഓപ്പണറായി കഴിഞ്ഞ വർഷം സഞ്ജുവിന് മതിയായ അവസരങ്ങൾ ലഭിച്ചില്ല എന്നതുകൂടി നമ്മൾ പറയണം.